ഹൃദയപൂർവ്വം നമസ്കാരം, വണക്കം. നമ്മുടെ കേരളത്തിൽ ചിറ്റൂർ MLA നിയോജക മണ്ഡലത്തിൽ വടകരപ്പതി ഗ്രാമപഞ്ചായത്തിൽ കിണറുപ്പള്ളം എന്നുള്ള സ്ഥലത്തിൻ്റെ തൊട്ടടുത്ത് ഇപ്പോൾ ശക്തമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സഞ്ചാരി ഓവർസീസ് എന്നുള്ള ഒരു കമ്പനി. ആ ഫാക്ടറിയിൽ നിന്നും ഉൽപാദനങ്ങൾ എന്തൊക്കെയാണ്, മീൻ വേസ്റ്റുകളിൽ നിന്നും എന്തൊക്കെയോ ഉൽപ്പാദിപ്പിക്കുന്നു എന്നാണ് ഇവിടുത്തെ ജനപ്രതിനിധികളടക്കം പറയുന്നത്. എന്തെന്ന് അറിയില്ല. അതിനെക്കുറിച്ച് അവർ പഠിക്കുകയാണ്. ഈ കമ്പനിയിൽ നിന്നും പുറത്തു വരുന്ന ദുർനാറ്റം, സ്മെല്ല്, ആ മണം കാരണം ഇവിടെയുള്ള പൊതുജനങ്ങൾ, കുട്ടികൾ ഉൾപ്പെടെ, വയസ്സായവർ ഉൾപ്പെടെയുള്ള ഓരോ പൊതുജനങ്ങളും ഓരോ നാളും കൊല ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. വാക്കുകളിൽ പറയാൻ കഴിയാത്ത വേദനാജനകമായ സത്യങ്ങൾ, ആരോപണങ്ങളല്ല. വൻ ദുരന്തങ്ങൾക്ക് മുമ്പ് സുരക്ഷാ മുൻകരുതൽ എന്നുള്ള നിലയ്ക്കാണ് നിങ്ങളുടെ മുന്നിൽ ഇത് അവതരിപ്പിക്കുന്നത്. അതെ, വെറും ആരോപണമല്ല. എത്ര തന്നെ സയൻസും ടെക്നോളജിയും വളർന്നിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങൾ കാണുന്ന ഈ വീഡിയോ വഴി ഈ ഫാക്ടറിയിൽ നിന്നും പുറത്തു വരുന്ന ഈ സ്മെല്ല്, മണത്തെ നിങ്ങൾക്ക് ഉണർത്താൻ സാധ്യമല്ല. അതുകൊണ്ട് ആരോപണമല്ല. ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ, തർക്കിക്കാൻ വരികയാണെങ്കിൽ നേരിട്ട് വരണം. ചിറ്റൂർ MLA നിയോജക മണ്ഡലത്തിൽ വടകരപ്പതി ഗ്രാമപഞ്ചായത്തിൽ കിണറുപ്പള്ളം എന്നുള്ള സ്ഥലത്ത് ഒരു കൊറോണ കഴിഞ്ഞ് വന്നിരിക്കുകയാണ് ഇപ്പോൾ നമ്മൾ. കാറ്റിൻ വഴിക്ക് രോഗങ്ങൾ പടരും എന്നുള്ള കാലഘട്ടത്താണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള കാലഘട്ടത്ത് ഈ ഫാക്ടറിയിൽ നിന്നും പുറത്തു വരുന്ന ഈ മണം, ഈ ദുർനാറ്റം കാരണം ഓരോ നാളും കൊല ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങൾ തന്നെ പറയുന്നു, കേൾക്കണം നമ്മൾ. ചിന്നാക്കൗണ്ടിനൂര്, തേനമ്പതി, കുഴലിപ്പതിയിൽ എല്ലാവിടെയും ഈ മീനിന്റെ സ്മെല്ലുണ്ട്. ഞങ്ങൾക്ക് ഉറങ്ങി എണീറ്റ് തൊട്ട് ഉറങ്ങണ വരയ്ക്ക് ഞങ്ങൾക്ക് അവിടെ കഞ്ഞിയോ പച്ചവെള്ളമോ കുടിക്കാനേ വഴിയില്ല. ഞങ്ങൾക്ക് ഇതിന്റെ സ്മെല്ല് ഒരുപാട്, കുടലൊക്കെ വെളിയിൽ വരുന്നു. അത്ര ഛർദിയും കഞ്ഞി കുടിക്കാൻ വഴിയില്ലാണ്ട് എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. ഇത് എത്രയും പെട്ടെന്ന് അത് ഇല്ലാതെ ഉണ്ടാക്കണതാ ഞങ്ങൾക്ക് അത്രയും വേണ്ടില്ല. ഇല്ല, ഓരോരോ അസുഖങ്ങൾ വരും. എല്ലാവരും വയ്യാത്തവര്, ഷുഗർ, പ്രഷർ, വയ്യാത്തവര്, ഹാർട്ട് കംപ്ലൈന്റ് ഉള്ളവര്, അങ്ങനെയൊക്കെ ഉണ്ട്. ഇത് സഹിക്കാനേ പറ്റില്ല. സാധാരണ ഇരിക്കുന്നവർക്ക് ഛർദിയായിട്ട് വയ്യ, നേരെ ഭക്ഷണം പോലും കഴിക്കാൻ പറ്റില്ല. എത്രയും പെട്ടെന്ന് ആ കമ്പനി ഇല്ലാതെ ഉണ്ടാക്കുന്നതാണ് ബെറ്റർ. ഞങ്ങളൊന്നും ജീവിച്ചിരിക്കാൻ പറ്റില്ല അവിടെ. കുട്ടികൾക്കൊന്നും ഇരിക്കാൻ പറ്റില്ല, ഒക്കെ വയ്യാത്തതാണ്. ഇതൊന്നും പറ്റില്ല, അത്രയും പെട്ടെന്ന് ഒഴിക്കില്ല. ചെറിയ കുട്ടികളെ വരുന്നു പറഞ്ഞിട്ട് വേണ്ട പറഞ്ഞിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഈ സ്മെല്ലിൻ്റെ ഇത് കാരണം വയ്യാതാവുക. നമുക്ക് വലിയവർക്ക് അത് ഭയങ്കര തൊണ്ടയൊക്കെ വേദന, ഭയങ്കര ഡിസ്റ്റർബായിട്ടുണ്ട്. എല്ലാവർക്കും ഇടയ്ക്കെടുത്തപ്പോൾ അത് അങ്ങനെയൊക്കെ വയസ്സായവർ എണിച്ച് നടക്കാൻ പറ്റിയിട്ടാണ്ടിരിക്കുകയാണ്. ഒക്കെ വാസം ഒരുപാടുണ്ട്. ഇതിൻ്റെ പരിസരത്ത് 3 അംഗൻവാടിയുണ്ട്, ഒരു LP സ്കൂളുണ്ട്. എല്ലാം കൊച്ചു കുട്ടികളാണ്. അവർക്കങ്ങനെ എന്ത് അസുഖം വരും എന്താണെന്നൊന്നും ഇപ്പോഴൊന്നും അറിയില്ല. കടച്ചിലേ വരുള്ളൂ. അപ്പോൾ ഉടനെ പരിഹാരം കാണണം. കുട്ടികളെ ബാധിക്കും, നമ്മ വയസ്സായവരും ബാധിക്കും. നമുക്ക് സ്മെല്ല് വരാണ്ടിരിക്കണം, ബുദ്ധിമുട്ടില്ലാണ്ടിരിക്കണം. കുടിവെള്ളത്തിലടക്കം ഇപ്പൊ അത് മിക്സിങ് ആകേണ്ട വരും. നമുക്ക് സ്മെല്ല് വന്നിട്ട് കഞ്ഞി കുടിക്കാനൊന്നും പറ്റില്ല. സ്മെല്ല് വരാണ്ടിരിക്കണം. ഞങ്ങൾക്ക് വയ്യാതെയുള്ളവരാണ്. ഞങ്ങൾക്ക് വയ്യാതെ വന്ന് ഈ സ്മെല്ല് കേട്ടേ ഞങ്ങൾക്ക് ഒരുപാട് വയ്യാണ്ടായി. കുഞ്ഞു മക്കളെ കൊണ്ട് കുടിക്കാൻ വെളി വെള്ളം വെച്ച് പറഞ്ഞാൽ കുടിക്കാൻ വെളി വെള്ളം വെച്ചെങ്കിൽ മോര് കഴുകാനോ വെള്ളം ഒന്നും പറ്റില്ല. ചൂരടിച്ചിട്ട് ഇങ്ങനെ പാലാട പോലെ വന്ന് നിറയുന്നു ഈ വെള്ളത്തില്. ഞങ്ങൾക്ക് മൂടി തുണിയിട്ട് അതിന് മേലെയാണ് ബക്കറ്റിന് മൂടിയിട്ട് വെക്കുന്നത്. കഴിക്കാനേ പറ്റില്ല സമയം. അവിടെ നല്ല സ്മെല്ല് വരുന്നുണ്ട്. കുഞ്ചു മക്കളെയും വെച്ച് ഞങ്ങൾ എത്ര ഇരിക്കുന്നത്, എത്ര കാലം ഇങ്ങനെ അവരായി കമ്പനി കഴിയോളം ഇങ്ങനെ ഇരുന്ന് പറഞ്ഞാൽ ഒക്കെ ചത്തും കെട്ടുങ്ങാണ്ട് പോകും. വീടും കൂടിയൊക്കെ എന്ത് വൃത്തിയാക്കിയാലും അയി കവിച്ച വന്നിട്ടേ ഇരിക്കുന്നുണ്ട്. ഞങ്ങളാൽ പറ്റൂല ഇനി ഇരിക്കാൻ. பேர் தனலட்சுமிங்க. நாற்று தாங்க முடியலைங்க. நான் ஒரு வாரமா ஹாஸ்பிட்டல்ல இருந்தேங்க. இன்னைக்கு தான் இந்த படம் அப்படியே பூச்சாடிட்டு இருக்கிறேன். உண்மையாலுமே இந்த வாசம் வந்து மூக்கு இப்போ முடியுமா, அந்த வாசல தொண்டையெல்லாம் வலி அடிச்சு சாப்பிட முடியறது இல்லைங்க. വടകരപ്പതി ഗ്രാമപഞ്ചായത്തിൽ ഇപ്പോൾ ശക്തമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഈ സഞ്ചാരി ഓവർസീസ് എന്നുള്ള ഈ മീൻ വേസ്റ്റിൽ നിന്നും ഇത്രയും ദുർനാറ്റം ഉണ്ടാക്കുന്ന ഈ കമ്പനിയുടെ അഴിമതി, ഈ കമ്പനി എങ്ങനെ ഇവിടെ വന്നു, ഇവിടെയുള്ള ജനങ്ങൾ ഒരാളോട് പോലും NOC അനുവാദം, ഇങ്ങനെയാണ് ഒരു കമ്പനി വരാനിരിക്കുന്നു,
ആ കമ്പനി നിങ്ങൾക്ക് പ്രശ്നമുണ്ടാക്കില്ല, ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾ ഒബ്ജക്ഷൻ അറിയിക്കണം എന്നുള്ള ഒരു വിഷയം ഒരാളോട് പോലും അറിയിക്കാതെ എങ്ങനെ നിങ്ങൾ കൊണ്ടുവന്നു? ഇത് ജനദ്രോഹമല്ലേ? ഇത് നിങ്ങൾ ഉൾക്കൊണ്ടോ? ഇത് പറയാൻ കാരണം ഇവിടെ 4 രാഷ്ട്രീയ പാർട്ടികളുണ്ട്. ബഹുമാനപ്പെട്ട സ്ഥലം MLA വൈദ്യുതി മന്ത്രി കൃഷ്ണൻകുട്ടി അവരുടെ കൂടെയുള്ള ഭരണപക്ഷ പാർട്ടിയാണ് CPIM. അവർ ഈ അഴിമതികളെ കുറിച്ചൊന്നും പറയാറില്ല, പറയുകയില്ല ഇപ്പോൾ. കാരണം ഘടകകക്ഷിയാണ്, മുന്നണി മര്യാദയാണ്. ഓക്കെ, BJP പറയില്ല, കാരണം BJPയും ബഹുമാനപ്പെട്ട കൃഷ്ണൻകുട്ടി അവരുടെ പാർട്ടിയും ഒരേ മുന്നണിയിലാണ്. അതെ, ഇത് പറയാൻ കാരണം ഒരു വ്യക്തി ഏത് പാർട്ടിക്ക് വേണമെങ്കിലും പോകാം, അത് വ്യക്തി സ്വാതന്ത്ര്യമാണ്. അത് നമ്മൾ കുറ്റം പറയാൻ പറ്റില്ല. ഇന്നൊരു പാർട്ടി, നാളെ ഒരു പാർട്ടി മാറാം, അത് അദ്ദേഹത്തിൻ്റെ വ്യക്തി സ്വാതന്ത്ര്യം. ഒരു പാർട്ടി ഏത് മുന്നണിക്ക് വേണമെങ്കിലും മാറാം, മാറി പോകാം, അത് ആ പാർട്ടിക്കാരുടെ സ്വാതന്ത്ര്യമാണ്. പക്ഷേ നമ്മുടെ ബഹുമാനപ്പെട്ട സ്ഥലം MLA ബഹുമാനപ്പെട്ട കൃഷ്ണൻകുട്ടി അവർ ഒരേ സമയത്ത് 3 മുന്നണിയിലും ഉണ്ട്. അതെ, സ്ഥലം MLA മന്ത്രിയാകാൻ LDFിലാണ്, CPMന്റെ കൂടെയാണ്. കേന്ദ്രത്തിൽ NDA BJP മുന്നണിയിലാണ് അദ്ദേഹത്തിന്റെ പാർട്ടിയും അദ്ദേഹവും. ഒരു മാറ്റവുമില്ല, ഒരു സംശയവുമില്ല. കോൺഗ്രസ് എന്നുള്ള പാർട്ടിയുടെ കൂടെയാണ്. നെല്ലേപ്പള്ളി കോഓപ്പറേറ്റീവ് ബാങ്ക്, നെല്ലേപ്പള്ളി പാൽ സൊസൈറ്റി, ഇന്നും പല സ്ഥലങ്ങളിലും കോൺഗ്രസും കൃഷ്ണൻകുട്ടി അവരുടെ പാർട്ടിയും ഒന്നിച്ചാണ്. ജനങ്ങളെ വിഡ്ഢികളാക്കുകയാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള കോടികൾ അഴിമതി കോൺഗ്രസും പറയില്ല. അഥവാ കോൺഗ്രസ് പറയുകയാണെങ്കിൽ സെലക്റ്റീവായിട്ട് അവർക്ക് ആവശ്യമുള്ള അഴിമതികളെ മാത്രമേ പറയുള്ളൂ. അതുകൊണ്ട് ഈ വടകരപ്പതിയിൽ വന്നിട്ടുള്ള ശക്തമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഈ കമ്പനിയെക്കുറിച്ച് ഇവരാരും മിണ്ടില്ല. ഒരേ സമയത്ത് BJP മുന്നണിയിലുമുണ്ട്, LDFിലുമുണ്ട്, കോൺഗ്രസിലുമുണ്ട്. ആരാ പറയുന്നത്? ജനങ്ങൾക്ക് വേണ്ടി പറയുന്നത് ഇങ്ങനെയുള്ള ആളുകളാണ്. ഇങ്ങനെയുള്ള സത്യങ്ങൾ, അതായത് ഇവരുടെ ഒറ്റ ലക്ഷ്യം വോട്ടുക്ക് വേണ്ടി, നോട്ടുക്ക് വേണ്ടി വാഴും കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയക്കാരാണ് നിങ്ങൾ. രാഷ്ട്രീയം എന്നുള്ള പേരിൽ വോട്ടുക്ക് വേണ്ടിയും നോട്ടുക്ക് വേണ്ടിയും മറ്റും വാഴக்கூடிய பிஸ்னஸ்மேன் தான் நீங்கள்லாம். நாங்க நாட்டுக்கு வேண்டி வாழ்றவங்க. இந்த மண்ணையும் மக்களையும் காப்பாத்துறதுக்கு ഇനിയും പണിയാറ്റുவோം. മെമ്പർമാർക്കും പ്രസിഡന്റുമാർക്ക് MLA-മാർക്കും മന്ത്രിമാർക്കും ഒക്കെ അറിയാണ്ടൊന്നും ഈ കമ്പനി ഇവിടെ വന്നിട്ടില്ല. ഇവിടെ അപ്പുറത്തെ ഊരാണ് ആട്ടയമ്പതി ഊര്, തേനമ്പതി ഊര്, കോയിലപ്പതി ഊര്, ചിന്നാക്കണ്ണ ഇത്ര ഊരും ഉണ്ടാകുമ്പോ നടു ഊരിന്റെ ഉള്ളിൽ കൊണ്ടുവന്ന് കമ്പനി കെട്ടിയിരിക്കുന്നല്ലോ. അപ്പൊ ഈ മക്കളൊക്കെ നശിച്ചു പോട്ടെ വേണ്ടി കെട്ടിയതാ. അതെന്താ അതിങ്ങനെ കൊണ്ടുവന്ന് കെട്ടിയത്? ഈ കമ്പനി ഇവിടെ വേണ്ട, നിർത്താൻ പറയും. 100 കുട്ടികൾ സ്കൂളിൽ പഠിക്കാൻ പോകുകയാണ്. ഞങ്ങളൊന്നും കൈയെടുത്ത് ഇട്ട് കൊടുത്തിട്ടില്ല, கம்பெனி விரட்டே வந்துட்டு. தைரியமான வாழ்க்கை வாழ்றோமுங்க. அதுக்காகவே எங்களுக்கு இந்த வாசம் இல்லாம எங்களுக்கு தைரியமா கொடுத்தோம் போதும். சரிங்களா? நாங்க பாடுபடுத்த நிம்மதியா தின்னுட்டுக்கிறோம். அதுக்கு வேண்டி இந்த மனத்தை கொடுத்து அந்த எங்க குழந்தை குட்டிகளுக்கெல்லாம் பாதிப்பு கொடுக்க வேண்டாம், அவ்வளவுதாங்க. ஆனா எந்த டாக்டர் கிட்ட போனாலும் இதுக்கு இந்த வாசத்துக்கு மருந்து கண்டுபிடிக்க முடியாது. என்னென்ன தலைவலி காய்ச்சல் போனா என்ன வாசிப்பீங்கன்னா அவங்களுக்கே அந்த மருந்துன்னு தெரியாதுங்க. ഇവിടെ കിണറ് കുഴികള് ഒക്കെ ഉണ്ടാകും, നിറയെ കിണറുണ്ട്. ഇതിന്റെ വെള്ള സ്മെല്ലുകളൊക്കെ ഈ വെള്ളത്തിൽ കൂടെ കലർന്ന് വന്നു പറഞ്ഞാൽ ഞങ്ങൾക്ക് വേറെ എന്തെങ്കിലും അസുഖം വന്നാൽ ഞങ്ങൾക്ക് കെട്ടിയവനെ മക്കളെ ഒന്നുമില്ല. ഞങ്ങളെ വീണ് ഞങ്ങളെ ഗണിക്കണവരാണ്. പാടുപെട്ട് കഞ്ഞു കുടിക്കാനുള്ള ആൾക്കാർ ആരും തരാനുള്ള ആൾക്കാരില്ല. ഇവർ കോരുന്നായിരുന്നു കൊണ്ടുവന്ന് ഇവിടെ ഇട്ടു കാരണം ഞങ്ങൾ എങ്ങനെ ജീവിക്കും? ഇവിടെ എന്ത് കാരണം കൊണ്ട് ഒക്കെ ലഞ്ചം മേടിച്ചിട്ട് അവിടെ മേടിച്ച് വെച്ചിട്ട് അമത്തി വെച്ചിട്ട് ഇരിക്കണം. ഞങ്ങൾ പാടുപെട്ട് ദിവസവും പോയി രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പാടുപെട്ട് കഞ്ഞു കുടിക്കുന്ന ആൾക്കാരാണ്. അതിനെങ്ങനെ ഓരോ അസുഖം കൊണ്ടുവന്ന് വിട്ടു പറഞ്ഞാൽ ഞങ്ങളെ നോക്കാൻ ആരുണ്ട്? ആര് തരും 10 രൂപ? 1 രൂപയ്ക്ക് ഇന്ന് കാലം പറയും. എന്ത് ചെയ്യാൻ പറ്റും? ഗവർണറോ എവിടുന്നോ വന്ന് ഇത്രയും ചെയ്തിട്ട് ഇവിടെ ഇരിക്കണം, ഞങ്ങൾക്ക് നാറ്റത്തിൽ ഇരിക്കണോ പറഞ്ഞാൽ കുടിക്കാൻ കഞ്ഞിക്ക് വഴിയില്ലാണ്ട് ഞങ്ങൾ ഇരിക്കുകയാണ്. ഓരോ മക്കളെയും വെച്ചിട്ട് എല്ലാ വയസ്സായി കളവും മറിനെയും വെച്ചിട്ട് ഇരിക്കുകയാണ്. ഞങ്ങൾ എവിടെ പോകും? അവർക്ക് തോന്നിയ പോലെ അവർക്ക് ലഞ്ചം കോടിക്കണക്കിൽ പൈസ കിട്ടണോ പറഞ്ഞാൽ അവര് കൊണ്ടുവന്ന് ഇവിടെ ഇട്ട് ചെയ്യണോ? ഞങ്ങൾ എവിടെ പോണ്? ആരുണ്ട് ഇത് കേൾക്കാനും പറയാനും? ഒരു മനുഷ്യന്മാർ വരിയും പറഞ്ഞ് വിളിച്ച ഒരാള് വരുന്നില്ല അവിടെ കേൾക്കാനും പറയാനും. എന്ത് ചെയ്യാൻ പറ്റും ഞങ്ങള്? ഞങ്ങൾക്ക് ഇത് വന്നതും തൊട്ട് ഞങ്ങൾക്ക് കഞ്ഞി പച്ച വെള്ളം കുടിക്കാൻ വഴിയില്ലാണ്ടിരിക്കുകയാണ്. കുടിച്ചു ഒക്കെ ഛർദ്ദിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ആരിന്റെ അടുത്ത് പോയി പറയണേ? ഞങ്ങൾക്ക് ഇത് ഒഴിവാക്കി തരണം. അത് നിങ്ങളെ കൊണ്ടേ പറയാൻ പറ്റുള്ളൂ. ഈ മീഡിയ നിങ്ങൾ എല്ലാവിടെയും പരത്തിയാലും ഞങ്ങൾക്ക് ഈ കമ്പനിയും ഈ സ്മെല്ലും ഇല്ലാണ്ട് ഞങ്ങൾക്ക് നേരെയാക്കി തരണം. അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ എത്രയും പറയണ കാര്യങ്ങള്.
பாருங்க நாங்க பாடு 250 ரூபாய்க்கு காலையில 7 மணிக்கு போனா போறதுக்கு நாங்க பாடுபடுற பேர் 250 ரூபாய்க்கு. சரிங்களா? நாங்க பாடுபடுறதுக்காக எங்களுக்கு தைரியம் வேணும். அந்த அளவுக்கு இந்த நாட்டு இல்லாம தான் போகுது. அதுக்கு வேண்டி நாங்க யாருக்கே அடிமையும் இல்ல. சரிங்களா? கொத்தரமே நாங்க நிற்போம்னு யாரும் நம்ப மாட்டாங்க. ஓட்டு கேட்கறது மட்டும் வர்றீங்க, அதுக்கு மட்டும்தான் நாங்க, அதுக்கு மட்டும்தான் ஜனங்க. சரிங்களா? நாங்களும் முட்டாள்தனமா ஓட்டு போட்டுடுறோம். இந்த 4 ஓட்டு மட்டும் பேசுறதாலங்க சின்ன கணூர்ல இந்த கேரளாக்குள்ள எல்லாருமே தான் பேசுறாங்க இங்க. சரிங்களா? കട്ട വാസം അതിനെ കാറ്റ് വരുമ്പോൾ ഒരുപാട് വാസം വരുന്നുണ്ട്. ആഹാരം കൂടി കഴിക്കാൻ പറ്റില്ല. മുത്തിയമ്മയുടെ പേര് പേര് പാപ്പാത്തി. മണം കൊണ്ട് ഇരിക്കാനേ പറ്റില്ല. ഞങ്ങൾക്ക് വയ്യാക്കാറാണ്. മണമില്ലാണ്ടാക്കിയാ മതി. പാത്തിയായി പേര് കമ്പനിയെ വേണ്ട, കമ്പനിയെ വേണ്ട. ഞങ്ങളുടെ കാര്യം കഴിഞ്ഞു. കുട്ടികളെ പാടുപെട്ട് കഴിയില്ല. அதான் சாப்பிட முடியறது இல்லைங்க. கிரிக்கெட்னு வருது, கண்ணால பொறிக்கணும் மாதிரி ஆயிடுது. தண்ணியும் குடிக்க முடியறது இல்லை, சாப்பிடக்க முடியறது இல்லை. വാസം വരുന്നു. മേനെ ഒന്നും കഴിക്കാനേ പറ്റില്ല. ഒരുപാട് വാസം വരുന്നു. നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിലെ തൂത്തുക്കുടി, തിരുനെൽവേലി എന്നുള്ള കടലോര ഭൂപ്രദേശങ്ങളിൽ ജനവാസമേ ഇല്ലാത്ത ഭൂപ്രദേശങ്ങളിൽ മാത്രം വരേണ്ട റെഡ് സോണിൽ സ്ഥാപിക്കേണ്ട ഒരു കമ്പനി, ഒരു ഫാക്ടറി, ഇങ്ങനെയുള്ള മീൻ വേസ്റ്റിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറി വരേണ്ടതാണ്. അങ്ങനെയുള്ള ഒരു ഫാക്ടറി, റെഡ് സോണിൽ ഉണ്ടാകേണ്ട ഒരു ഫാക്ടറി വടകരപ്പതി ഗ്രാമപഞ്ചായത്ത് ചിറ്റൂർ MLA നിയോജക മണ്ഡലത്തിൽ വന്നത് എങ്ങനെ, കൊണ്ടുവന്നത് ആരൊക്കെയാണ്, ആർക്കും അറിയില്ലേ? ഓരോ നാളും വികസന നായകൻ എന്ന് പറഞ്ഞു നടക്കുന്ന, സ്വന്തം ആളുകളെ വെച്ച് പറയിപ്പിക്കുന്ന, പെയ്ഡ് ന്യൂസ് അടിക്കുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട MLA, ചിറ്റൂർ MLA, വൈദ്യുത മന്ത്രി ബഹുമാനപ്പെട്ട കൃഷ്ണൻകുട്ടി അവർക്ക് അറിയില്ലേ എന്താണ് വികസനം? ജനങ്ങളുണ്ടെങ്കിലല്ലേ വികസനം? ഇതാണോ വികസനം? സഞ്ചാരയോഗ്യമായ ഒരു റോഡ് ഉണ്ടോ വടകരപ്പതി ഗ്രാമപഞ്ചായത്തിൽ? കഴിഞ്ഞ 4-5 വർഷങ്ങളിൽ 20-ൽ കൂടുതൽ പേർ ജനങ്ങൾ റോഡ് ആക്സിഡന്റിൽ കൊല്ലപ്പെട്ട ഒരു പഞ്ചായത്തല്ലേ ഒഴലപ്പതി മേനോമ്പാറ റോഡ്. ആ റോഡ് ഇതുവരെ കൃത്യമായി ഇടാൻ കഴിഞ്ഞിട്ടുണ്ടോ? അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇത്രയ്ക്കും ഉള്ള ഒരു കൊലയാളി കമ്പനി എങ്ങനെ വന്നു? ആരാണ് കൊണ്ടുവന്നത്? നിങ്ങൾക്ക് അറിയില്ലേ? 1984 ഡിസംബർ 2 ഭോപ്പാൽ, മധ്യപ്രദേശിലെ ഭോപ്പാൽ എന്നുള്ള സ്ഥലത്ത് മീഥേൻ ഐസോസയനൈഡ് MIC എന്നുള്ള ഭോപ്പാൽ വിഷദുരന്തം പോലെ ഇവിടെ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുരന്തമാണ് ഈ മീൻ വേസ്റ്റിൽ നിന്നുമുള്ള, കമ്പനിയിൽ നിന്നുമുള്ള ഈ മണം കാരണം, ഈ ദുർനാറ്റം കാരണം ഇപ്പോൾ ജനങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇത് ഉണരണം. കാരണം ഇവിടെ ദുരന്തങ്ങൾക്ക് ശേഷം എല്ലാവരും നെട്ടോട്ടമോടും. ദുരന്തങ്ങൾക്ക് മുമ്പ് എന്ത് ചെയ്യണം എന്നുള്ളതാണ് ശാസ്ത്രം ഇത്രയും വളർന്ന ഈ കാലഘട്ടത്തിൽ നമ്മൾ ചെയ്യേണ്ടത്. എന്തു പറഞ്ഞാലും രാഷ്ട്രീയമായും ജാതിപരമായും മതപരമായും ചിന്തിച്ച് ശീലിച്ച വിദ്യാഭ്യാസ കേരളീയൻ മാറേണ്ടതുണ്ട്. വിദ്യാഭ്യാസപരമായും പ്രകൃതിപരമായും ശാസ്ത്രപരമായും ചിന്തിക്കേണ്ട കാലഘട്ടത്താണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ജാതിയും മതവും അല്ല. ഇവിടെ ഈ നാറ്റം, ഈ മണം കാരണം ഉണ്ടാകാൻ പോകുന്ന രോഗങ്ങൾ ജാതി വ്യത്യാസമോ മതവ്യത്യാസമോ രാഷ്ട്രീയ പാർട്ടി വ്യത്യാസമോ നോക്കാതെ എല്ലാ ജനങ്ങൾക്കുമാണ് ഇവിടെ ബാധിപ്പ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത് മനസ്സിലാക്കാൻ സാമാന്യ അറിവ് ഉണ്ടോ? ബഹുമാനപ്പെട്ട സ്ഥലം MLA കൃഷ്ണൻകുട്ടി അവരുടെ പാർട്ടിയിൽപ്പെട്ട നേതാക്കൾ ഈ കമ്പനി സന്ദർശിച്ചു. എന്തിനാണ്? കമ്പനി സന്ദർശിച്ചിട്ട് അവര് പ്രസ്താവന ഇറക്കുകയാണ്. കമ്പനിക്കും ജനങ്ങൾക്കും അല്ല. ജനങ്ങളൊക്കെ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അല്ലേ ഇവിടെ വികസനം? ജനങ്ങൾ വേണ്ടേ? അപ്പല്ലേ വികസനം വേണ്ടി വരും. ഇവിടെ ചിറ്റൂർ MLA മണ്ഡലത്തിൽ യഥാർത്ഥ സത്യസന്ധമായ ഒരു ജനനായകൻ, വികസന നായകൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് ബഹുമാനപ്പെട്ട KA ശിവരാമ ഭാരതി. അദ്ദേഹം കമ്പനി കൊണ്ടുവന്നു ഇവിടെ. എന്ത് കമ്പനി? സുഗർ ഫാക്ടറി. ഇവിടെ ഉള്ളവരെല്ലാം, കർഷകരെല്ലാം കരുമ്പ് കൃഷി ഉണ്ടായിരുന്നു. 2000-ൽ കൂടുതൽ പേർ ജോലി ചെയ്ത സുഗർ ഫാക്ടറി ഉണ്ടായിരുന്ന MLA നിയോജക മണ്ഡലമാണ് ഇത്.
3000-ൽ കൂടുതൽ പേർ ജോലി ചെയ്തിരുന്ന ഭഗവതി ടെക്സ്റ്റൈൽസ് എന്നുള്ള കമ്പനി ഉണ്ടായിരുന്ന MLA നിയോജക മണ്ഡലമാണ് ഇത്. അതാണ് വികസനം. അല്ലാതെ ഇങ്ങനെ ജനങ്ങളെ കൊല ചെയ്യുന്ന കൊലയാളി കമ്പനികളല്ല. വികസനം എന്ന് വെച്ചാൽ എന്തെന്ന് അറിയണം. അല്ലാതെ വ്യാജ വികസനവാദികളായി ഇവിടെ വിലസാൻ പാടില്ല. തെറ്റാണ്, ജനദ്രോഹമാണ്. എൻ്റെ പേര് സുമ, വെള്ളപ്പതിയിലെ വീട്. ഇവിടെ ഭയങ്കര മണം അടിക്കുന്നു. മണം പറഞ്ഞാൽ നാറ്റം, സഹിക്കാൻ വയ്യ സ്മെല്ല് മീനിൻ്റെ. അത് കാരണം ഞങ്ങൾക്ക് തലയ്ക്കൊക്കെ ഒരു തലവേദനയൊക്കെ വന്ന് ഛർദ്ദിക്കാൻ വരുന്നു. ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റില്ല. ഒരുപാട് ബുദ്ധിമുട്ടാണ്. ശ്വാസം എടുക്കുമ്പോഴൊക്കെ ആ മണം വരുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. പ്രായമായവരും മക്കളും എല്ലാം ചെറിയ പിള്ളേരെല്ലാവരും ഉണ്ടല്ലോ, എല്ലാവർക്കും കഷ്ടങ്ങളുണ്ട്. അതിനെന്തെങ്കിലും ഒരു വഴി കാണണം. സുമതി വെള്ളപ്പതി. லட்சுமி ஒலப்பதி வாசம் குழந்தைங்களா இருக்காங்க. என் பேர் ஹேமா. நாங்கள் ஒலப்பதியில் இருக்கோம். இந்த பக்கத்தில் மீன் கம்பெனி ஆரம்பித்து இந்த கொஞ்ச நாள்ல இங்கெல்லாம் இருக்கவே முடியறதில்லை. இந்த ஸ்மெல்லில் குழந்தைகளுக்கெல்லாம் வாந்தி வருது. நாங்கள் கம்ப்ளைண்ட் பண்ணியிருந்து எந்த நடவடிக்கையும் எடுக்கிற மாதிரி எங்களுக்கு தெரியல. ஏன்னா குழந்தைகளுக்கு பெரியவங்களுக்கெல்லாம் ரொம்ப பாதிப்பாக இருக்குது. அதுக்கு 10 நாள் ரெடி பண்ணிடுவோன்னு சொன்னாங்க. அதுக்கப்புறம் ரெடி பண்ணவும் இல்லை, ஒன்றும் இல்லை. ஸ்மெல் எச்சா தான் வருது. நல்லதாக இருக்குது. பயங்கரமாக இருக்கும்போது നമുക്ക് அந்த நேரம் சாப்பிட்றதுக்கெல்லாம் முடியறது. ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് ഇവിടെ. എന്താണ് കുട്ടികളൊക്കെ ഉള്ളത് കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞങ്ങൾ സ്മെല്ല് വരുന്നതുകൊണ്ട് ഒരുപാട് കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ട്. വാർഡ് മെമ്പർമാരോട് പറഞ്ഞിട്ടുണ്ട്. 15 நாள் நல்ல ஸ்மெல்லு, பேட் ஸ்மெல்லு, தலைவலியெல்லாம் வருதுங்க. ஏதாவது ஒரு ஆக்ஷன் எடுத்தாகணும். ஸ்டாப் பண்ணுறதுக்கு ஏதாவது ஒரு ஆக்ஷன் எடுத்தாங்க. மீன் கம்பெனிலேருந்து ரொம்ப வாசம் அடிக்குது. குழந்தைகளாக இருக்கிறாங்க. ரொம்ப முடியல, சளி பிடிக்கிற மாதிரி இருக்குது. தலைவலி எல்லாமே ஒரு இதாக இருக்குது. பார்த்து இப்போ கம்பெனி க்ளோஸ் பண்ணால் பரவாயில்ல. ஸ்மெல்லாக வர்றதுனால வீட்டில் குழந்தைகளை தூங்குறதுனா நைட்டு ரொம்ப ஸ்மெல், தூங்கவே முடியாது. வாமிட் அப்படி வருது. சப்போஸ் இது இப்படியே கன்டினியூ ஆகிட்டு இருந்ததுன்னா ஊருக்குள்ள இருக்கிற மக்கள்லாம் என்ன ஆகுறதுங்க? அப்போ எல்லாத்துக்கும் நோவு நொடி எல்லாருமே போகிறதா? அதுக்கு நீங்கள் பல லட்சம் போட்டு நீங்கள் செலவு பண்ணி இருந்தால் பரவாயில்ல, ஓகே, அது அவங்க பாடு. ஆனால் எங்களுக்கு அந்த ஸ்மெல் இல்லாமல், எங்களுக்கு எந்த மக்களுக்கு பாதிப்பு இல்லாமல் எங்களுக்கு தரணும். எல்லாரும் தான் சொல்கிறாங்க. போய் கேட்கலான்னா யாருமே போகலாம் அப்படின்னாங்க. எல்லாருமே போய் கேட்டும் வச்சு. ஆனால் இது வரைக்கும் எந்த ஒரு 10 நாள் ஆகும், 20 நாளில் ரெடி பண்ணி தரேன்னு அதை பற்றி எது ரியாக்ஷனுமே இல்லாத மாதிரி இருந்ததுன்னா வீட்டில் குழந்தைங்கள எல்லாம் சின்ன சின்ன குழந்தைங்களா இருக்குது. அதுக்கு சாப்பிட மாட்டேங்குது, வாமிட்டாக வருது. என்ன பண்ண முடியும்? குழந்தைகளுக்கு ஏதாச்சும் ஒன்றாச்சுன்னா என்ன பண்ண முடியும்? என் பேர் யமுனாங்க. அக்காவுக்கு டீசிங் ப்ராப்ளம் இருக்குது. இந்த வாசத்தினால டெய்லி ஆஸ்பத்திரி போயிட்டே தான் இருக்குது. இதுக்கு என்ன பண்ணுறதுன்னு தெரியல. இந்த பக்கத்தில் நிற்கிறது அக்காங்க. நான் தான் எனக்கு தான் ஆஸ்பத்திரி போயிட்டு இருக்குது. மீன் கம்பெனினால இங்கே நிறைய வாசம் இருக்குதுங்க. ஊரில் யாரும் எடுத்து போயிருந்தீங்க. அது மீன் கம்பெனியெல்லாம் மீனும் கூட வெளியிருந்து வருது. இது வரையா ரோடு வருது. அது கடற்கரை ஏரியாவில் பண்ணியிருந்தாங்க கூட பிரச்சனை இருக்குது. அங்கேயே மீன் எடுத்து அங்கேயே வாங்கிக்கலாம். இது டிரான்ஸ்போர்ட் செலவு எல்லாமே இங்கே செலவு தான். அந்த செலவு கூட நம்ம ஊட்ட வச்சு நமக்கு கேட்டு விட வைக்கிறாங்க. என் பேர் காளிதாஸ். அப்பவும் தலை கிடைக்கல, இடம் கிடைக்கல. இங்கே இடத்த வாங்கி இப்படி ஒரு கம்பெனி தொடங்கி இங்கே ராத்திரி பகல இங்கே தான் இவருக்கு ஒன்றும் நடக்க முடியல. சில பெண்கள் எல்லாம் வாமிட் எடுத்துட்டாங்க. தேனம்பரி, சின்னக்குளூர் இந்த ஏரியாலாம் ரொம்ப பயங்கர. இதை காட்டில் அங்கே யாரு இருக்குது. இதுக்கு ஏதாவது ஒரு நிறுத்தி பண்ண கம்பெனி ஆரம்பத்தில் ஸ்மெல்லுங்க. இப்போது நேற்று 6 மணிக்கு வரும்போது பயங்கரமான ஸ்மெல்லு. கம்பெனிக்கார கூப்பிட்டு 3-4 தடவை பேசினேன். அப்புறம் நேற்று போனேன், அவங்க எடுக்கல. அப்புறம் கட்சிக்காரன் கட்சிக்காரன் சேர்ந்து ஒவ்வொருத்தரும் ஒவ்வொரு கட்சிக்காரன் உள்ளே போய் நின்றுட்டு எல்லாம் பொதுவாக தான் நின்று நான் பேசணும், வெளியே தான் பேசணும். ஒவ்வொருத்தரும் ஒவ்வொரு சௌகரியத்துக்கு போய் உட்காந்துட்டு அவங்க சௌகரியத்துக்கு பேசிட்டு வர்றது கம்பெனியில் கிடையாது எல்லாமே பேசுறதுக்கு. ஊருக்காரர் எல்லாரும் சேர்ந்து போகணும். ஊருக்காரர் இப்போ எங்கே வாசம் அடிக்குது அந்த ஊருக்காரெல்லாம் சேர்ந்து ஒன்றா போய் உட்காந்து கம்பெனிக்காரோட சொல்லணும், மேலே நடவடிக்கை ஸ்டேஷனில் கம்ப்ளைண்ட் பண்ணணும், கலெக்டர்கிட்ட கொடுக்கணும். இத்தனை எல்லாம் இருக்குது. ஒவ்வொருத்தரும் போய் தனித்தனியாக பேசினா அது என்றைக்குமே சூட் ஆகாது, எப்பவுமே வராது. எனக்கு பக்கத்தில் இருக்கிற லேண்ட் என்னால் விற்க முடியல. எவன் வாங்க ஒருத்தமாக இருக்குது. கம்பெனின்னு கட்டிட்டு சும்மா வாசம் அடிக்கிற மனுஷன் இருக்க வேண்டாமா? நேற்று என்ன ஸ்மெல்லு தெரியுங்களா? நான் அவங்ககிட்ட டென்ஷன் ஆகிட்டேன். கூப்பிட்ட ஃபோன் எடுக்கல. 2 வந்துருக்கு. நீங்களாக இருந்தாலும் நான் உடனே சொன்னேன், மேனேஜராக ஓனரை இங்கே வந்து வீடு தர வாடகை தர சும்மா தர இங்கே வந்து சொல்லியிருக்கிறேன். அந்த ஸ்மெல் அவன் இருப்பானான்னு பார்க்கலாம். அந்த ஓனரே இங்கே வந்து இருக்கட்டும். அந்த ஓனர் இங்கே வந்து குடியிருப்பானா? ஸ்மெல்ல அவன் ஏசி ரூம் ஓட்டு உட்காந்துருப்பான். இறக்குறவன் தான் இங்கே நாத்தமாக இருக்குது. சார், மெயினான காரியம், இந்த ஊருக்கு யாரும் பொண்ணு தர மாட்டாங்க.
அது 2 நாள் அப்படித்தான் நடக்கும். இது எதாவது விஷயம் அதுதான் நடக்கும். என் பேர் ரமேஷ் குமாருங்க. இது இப்படியே நீடித்தால் மனுஷன் இங்கே ஜீவிக்கவே முடியாது, குடியிருக்கவே முடியாது. எல்லா வியாதிகளும் வரும், வரக்கூடாத வியாதிகள்லாம் வரும். இது இப்போ இந்த புகையை அடக்கிறதுக்கு சைனாலேருந்து 5 லட்சம் ரூபா செலவு பண்ணி மிஷின் கொண்டு வந்திருக்கேன். இன்னைக்கு காலையில் ஒரு மிஷின். அந்த புகையை உள்ளுக்குள்ளே விட்டால், கிரவுண்ட் வாட்டருக்குள்ளே விட்டால் விவசாயத்துக்கும் ஆபத்து. அப்போ அதனால இந்த கம்பெனியை இழுத்து மூடுறதுக்கு அரசியல் சார்ந்து நான் பேசுறீங்க. பொதுவான கருத்து, கம்ப்ளீட்டாக இந்த கம்பெனி இழுத்து மூடணும். இழுத்து மூடலைன்னா இங்கே வியாதிகள், புதுசான டிசீஸ் எல்லாம் வரும். என் பேர் விஜயலட்சுமி. என் பையனுக்கு இந்த ஸ்மெல் செட் ஆகாம 1 வாரமா வாந்தி. நான் ஹாஸ்பிட்டலுக்கும் வீட்டுக்கும் ஃபுல்லா நடந்துட்டே தான் இருக்கேன். எல்லாத்துக்கிட்டையுமே நான் சொல்லிட்டே தான் இருக்கேன், என் பையனுக்கு வாந்தி வாந்தி வாந்தின்னு. ஸ்கூல்லயே கேட்காங்க, ஏமா உங்க பையனுக்கு மட்டும் அதிக லீவ் போடுற, ஏன் வரலன்னு கேட்டா இந்த மாதிரி ஸ்மெல்லால வாந்தினா இதுக்கு என்ன சொல்றது அவங்களுக்கே தெரியல, எனக்கும் தெரியல. நாங்க எல்லாத்துக்கும் சொல்றது யார் மேல கம்ப்ளைண்ட் கொடுக்காதுன்னு எங்களுக்கு தெரியல. 100 200 കോടി ചെലവഴിച്ച് നിർമ്മിച്ച ഈ കമ്പനി പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ പൊട്ടിമുളച്ചതല്ല വടകരപ്പതി ഗ്രാമപഞ്ചായത്തിൽ. ഇതിൽ എന്തൊക്കെയാണ് ഉൽപാദനങ്ങൾ എന്ന് ഇവിടത്തെ ഭരണപക്ഷ MLA, വൈദ്യുതി മന്ത്രി ബഹുമാനപ്പെട്ട കൃഷ്ണൻകുട്ടി അവരുടെ പാർട്ടി നേതാക്കൾ കമ്പനി സന്ദർശിക്കുന്നു. എന്തൊക്കെയാണ് എന്ന് പഠിക്കുകയാണ്. എപ്പോൾ കമ്പനി വന്ന് പ്രവർത്തിക്കാൻ തുടങ്ങിയതിന് ശേഷം. ഇതാണോ നിങ്ങൾക്ക് വോട്ട് ചെയ്ത് നിങ്ങളെ വാർഡ് മെമ്പർമാരായും MLA-മാരായും മന്ത്രിയായും ചന്തം നോക്കി നമുക്ക് എന്തെങ്കിലും ചെയ്യുമെന്ന് ആഗ്രഹിച്ചിരുന്ന ഈ പാവം ജനങ്ങളെ ഇത്രയും പച്ചയ്ക്ക് ദ്രോഹിക്കാൻ പാടുള്ളതാണോ? ബഹുമാനപ്പെട്ട സഹോദരൻ, ജനതാദൾ എന്നുള്ള പാർട്ടി, ഇപ്പോൾ ആ പാർട്ടിയുടെ പേര് അതാണ്. പാർട്ടി മാറാം, പേര് മാറാം, ചിഹ്നം മാറാം. ആ പാർട്ടിയിൽപ്പെട്ട സഹോദരൻ ബഹുമാനപ്പെട്ട വിനോദ് ബാബു അവർ, നിങ്ങൾക്ക് അറിയില്ലേ ഇങ്ങനെയുള്ള കമ്പനി ഇവിടെ മാത്രം എന്തുകൊണ്ടാണ് വരുന്നത്? കിഴക്കൻ പ്രദേശത്ത് ഇത് തിരുക്കൊച്ചിയാണ്, അത്രയും വികസനം ഉണ്ടായിരുന്ന സ്ഥലമായിരുന്നു. ഇതുപോലുള്ള കമ്പനി ഇവിടെ മാത്രം എന്തുകൊണ്ട് വരുന്നു? തമിഴന്മാർ, ഇവിടെ പാണ്ഡികൾ, അവർ എളിച്ചവായന്മാരല്ലേ, അതുകൊണ്ടല്ലേ. ഇതുപോലുള്ള കമ്പനി പടിഞ്ഞാറുള്ള ഏതെങ്കിലും ഒരു ഗ്രാമപഞ്ചായത്തിൽ ആറുമറിയാതെ വന്നു എന്ന് നിങ്ങൾക്ക് പറയാൻ സാധ്യമാണോ? ചോദിക്കാൻ പലതുമുണ്ട്. ഇത് വ്യക്തിവൈരാഗ്യങ്ങളല്ല. പക്ഷേ ഈ ചോദ്യങ്ങളെല്ലാം ഉന്നയിക്കുമ്പോൾ ചോദ്യങ്ങൾ ഈ അഴിമതികൾ ഉന്നയിക്കുന്ന എന്നെപ്പോലുള്ളവനെ ജാതി പറഞ്ഞ്, ഭാഷാ വംശീയത പറഞ്ഞ് ഇവനെയൊക്കെ തമിഴനെയൊക്കെ തല്ലി ഓടിക്കുമെന്ന് വെല്ലുവിളിക്കുന്നത് ശരിയാണോ? ബഹുമാനപ്പെട്ട വിനോദ് ബാബു അണ്ണ, ഞങ്ങളുടെ കോളേജ് സീനിയറാണ് നിങ്ങൾ. ബഹുമാനപ്പെട്ട വക്കീൽ മുരുകദാസ്, നിങ്ങളൊക്കെ ബഹുമാനപ്പെട്ട വൈദ്യുതി മന്ത്രി സ്ഥലം MLA കൃഷ്ണൻകുട്ടി അവരുടെ വക്താക്കളാണ്. ബഹുമാനപ്പെട്ട വക്കീൽ മുരുകദാസ് കൃഷ്ണൻകുട്ടി അവരുടെ ഡബ്ബിംഗ് ആർട്ടിസ്റ്റാണ്. ഇത്രയും സംഭവം ഇവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ എവിടെ പോയി നിങ്ങൾ? ഈ കമ്പനി വരുന്നത് അറിയില്ലേ? എന്നെ പോലെ സത്യസന്ധമായ വിഷയങ്ങൾ ജനങ്ങളോട് പങ്കുവെച്ച് മുൻകരുതൽ, സുരക്ഷാ മുൻകരുതൽ, ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്നുള്ള വിഷയത്തിൽ ഡിസാസ്റ്റർ മിറ്റിഗേഷൻ, ദുരന്തങ്ങൾക്ക് മുമ്പുള്ള മുൻകരുതൽ എന്നുള്ള പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്നെ പോലുള്ള തമിഴന്മാരിനെ, പക്ഷെ കേരളീയരാണ്. கம்பெனியோட வருதுன்னு வச்சுக்கோங்க ஊருக்குள்ள, அது என்ன கம்பெனின்னு ஃபர்ஸ்ட் ஊர்க்காரங்க தெரிஞ்சுக்கோங்க. தெரிஞ்சாதான் கம்பெனி ஆரம்பத்திலேயே நம்ம தடுக்க முடியுங்க. அப்புறம் ஸ்மெல் வந்த மாதிரி தலைவலி, வாமிட்டு எல்லாமே வருதுங்க. பசியே ஆகிறது இல்லைங்க. வயிறு வந்து ஒரு மாதிரியே மந்தமா கம்பெனி வரவங்க இது என்ன கம்பெனி நம்ம ஊர்க்காரங்களும் கேட்கணும், பஞ்சாயத்து ஆளுகளும் அது விசாரிக்கணுங்க. பசி ஆகிறது இல்லைங்க, பசி ஆகிறது இல்லைங்க, குழந்தைங்க சாப்பிடறதே இல்லைங்க, சரியா ஸ்கூலுக்கு போறவங்க சாப்பிட முடியறது இல்லைங்க. இந்த மாசமே வரவங்க இந்த கம்பெனியில இப்படி இறக்கக்கூடாதுன்னு தான் சொல்றேன். மாசமா இருக்கிற பிள்ளைங்க மயக்கம் போட்டு விழுகிற அளவுக்கு வர்றாங்க, சாப்பிட முடியல. பயங்கரமா சூரியநாத்து அடிக்குது, மனுஷன் இருக்கவே முடிய மாட்டேங்குது, வாந்தி எடுத்துட்டு இருக்கிறாங்க ஜனங்க பூரா. என்ன மாசம் வீட்டுக்குள்ளேயே நிக்க முடிய மாட்டேங்குது, குழந்தைகள் சாப்பிடாம இருக்கிறாங்க. நாங்க இப்ப ரோட்லயே எப்படி பனிக்காலத்துல தகவல் ஸ்மெல்லுக்கு குழந்தைங்க ஒருத்தருமே சாப்பிடறதுக்கு இல்லாம சார் கம்ப்ளைண்ட் பண்ணியிருக்கிறாரு, வர சொல்லியிருக்காரு கூட்டம் போட்டு போய் சொல்றது. வாந்தி இங்க சாப்பிடவே முடியாது, பயங்கரமான வாசம். நாட்டு மடிச்சுட்டு கிடக்குது, எல்லா குழந்தை குஞ்சு எல்லாத்துக்குமே வாசம் அடிக்குது, இருக்கவே முடியறது இல்லை.
சாப்பிடவே முடியறது இல்லைங்க. எப்படி வாசம் அடிக்குது என்ன இருக்கு? நாங்க ஊர்ல இருக்கிறதா குடி இருக்கிறதா பக்கத்தாலதான் போகணும். நாங்க ചേച്ചി പറയും எல்லாம் இங்க குழந்தை என் பேரனா இந்த 3 நாள் ஆஸ்பத்திரிக்கு இப்போ தான் தூக்கிட்டு போயிட்டு இருக்கான். எனக்கு வாயெல்லாம் முன்னும் வாந்தி எடுத்து சாப்பிட முடியாம இந்த வாசத்துல. இப்ப என் பேரனுக்கு 3000 ரூபாய் ஆயிடுச்சு. 2 பேர்த்தையும் ஆஸ்பத்திரிக்கு முந்தானத்து குடிக்க ஆட்டைக்கு அப்படியே வாந்தி எடுத்தவன் இன்னைக்கு ஆஸ்பத்திரி கொண்டு போயிருக்காரு. நேற்றே நான் 4 மணிக்கு ஆஸ்பத்திரி எடுத்துட்டு போனேன். இன்னைக்கு இப்படி கம்பெனி வரணுங்கன்னா எல்லாரும் சொல்ல வேண்டியதான் குழந்தைகளுக்கு இருந்து வாந்தி உங்களுக்கு மனுஷனே வாந்தி எப்படி நாங்க சோறு குழந்தையில குட்டியில வச்சு என்ன பண்ண முடியும்? எப்பவுமே வாசம் மாசமா வாந்தியே வாந்தி முடியற மூச்சே விட முடியறது இல்லைங்க. வீசிங் ப்ராப்ளம் இருக்கிறவங்க ரொம்ப கஷ்டம். ஒரு துணி வச்சு கூட அடிக்க முடியறது இல்லை. இப்ப ரொம்ப வாசம் அடிக்குதுங்க. எது சாப்பிட்டாலும் வாந்தி ஆகுது. நாங்க எப்படி இருக்கிறதுங்களா எப்படிங்க? നമ്മുടെ ഇന്ത്യയിൽ നമ്മുടെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ബ്രിട്ടീഷ് ഭരണമല്ല, ജനാധിപത്യപരമായ ദൈവീകമായ ജനങ്ങളുടെ ഭരണമാണ്. ഈ ഭരണത്തിൽ ഭരിക്കുന്നത് ഉദ്യോഗസ്ഥരല്ല, ജനപ്രതിനിധികളാണ്, രാഷ്ട്രീയക്കാരാണ്. ഉദ്യോഗസ്ഥ അനാസ്ഥ, ഉദ്യോഗസ്ഥ അഴിമതി. അതെ, വടകരപ്പതി ഗ്രാമപഞ്ചായത്തിലുള്ള അധികാരികൾ, അവിടെയുള്ള ഉദ്യോഗസ്ഥരാണ് ഈ അഴിമതി കാണിച്ച് ഈ കമ്പനിക്ക് അനുവാദം കൊടുത്തത് എന്നാണ് ബഹുമാനപ്പെട്ട കൃഷ്ണൻകുട്ടി അവരുടെ പാർട്ടിക്കാർ പറയുന്നത്. അത് ശരിയാണോ? ഉദ്യോഗസ്ഥ അനാസ്ഥയും ഉദ്യോഗസ്ഥ അഴിമതിയും പറഞ്ഞിട്ട് ജനപ്രതിനിധികൾ ഒഴിയാൻ പറ്റുമോ? അവർ സ്വമതയെ അങ്ങനെ അഴിമതി കാണിക്കുകയാണ്. ഇത് സാധ്യമാണോ? സത്യസന്ധമായ ഒരു ഉദ്യോഗസ്ഥൻ പ്രവർത്തിക്കാൻ ഇവിടെ സാധ്യമല്ല, തൂക്കും. അങ്ങനെയുള്ളൊരു സാഹചര്യം ഇവിടെ നിലവിലുള്ളപ്പോൾ രാഷ്ട്രീയക്കാരൻ, ജനപ്രതിനിധി, ഭരണത്തിലുള്ളവർ പറഞ്ഞത് കേൾക്കണം. അവർ പറയാത്തത് പ്രവർത്തിച്ചു എന്ന് പറഞ്ഞാൽ ആരാ വിശ്വസിക്കാൻ? വടകരപ്പതി ഗ്രാമപഞ്ചായത്തിലുള്ള പഞ്ചായത്ത് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഇവർ പറയുന്നത് അങ്ങനെയാണ്. അധികാരികൾ അനുവാദം കൊടുത്തു, ഞങ്ങൾക്കറിയില്ല. നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടുണ്ടാവും. എന്താ ഇത് വിശ്വസിക്കാൻ കഴിയുമോ? കേരളം ഫുള്ളും ഉള്ള ഉദ്യോഗസ്ഥരെ ന്യായീകരിക്കുകയല്ല. അവിടെ 1-2 പേർ അഴിമതി കാണിക്കുമായിരിക്കും. പക്ഷേ രാഷ്ട്രീയക്കാർ, ജനപ്രതിനിധികൾ, ഭരണത്തിലുള്ള രാഷ്ട്രീയക്കാരെ ഓവർടേക്ക് ചെയ്തിട്ട് ഒരു ഉദ്യോഗസ്ഥനും ഇവിടെ പ്രവർത്തിക്കാൻ സാധ്യമല്ല. ശ്രദ്ധിക്കുക, ഉദ്യോഗസ്ഥ അഴിമതി, ഉദ്യോഗസ്ഥ അനാസ്ഥ എന്ന് വടകരപ്പതി ഗ്രാമപഞ്ചായത്തിൽ നടന്നിട്ടുള്ള ഇത്രയും വലിയ അഴിമതി കമ്പനി വരാൻ കാരണമെന്ന് പറയുന്നവരോട് സൂക്ഷിക്കണം. അവർ വലിയ അപകടകാരികളാണ്. അവർ ചെയ്ത തെറ്റുമറയ്ക്കാൻ, ജനങ്ങളോട് നുണ പറയാൻ. കാരണം പഞ്ചായത്ത് ഇലക്ഷൻ വരാൻ പോകുകയാണ്. അതിനു മുമ്പ് വെറുതെ പേരിനൊരു സ്റ്റോപ്പ് മെമ്മോ കൊടുക്കും. സ്റ്റോപ്പ് മെമ്മോ കൊടുത്തു, ഇനി ഓടില്ല, ഇനി സ്മെല്ല് വരില്ല എന്നൊക്കെ പറയും. ഇലക്ഷൻ കഴിഞ്ഞാൽ പിന്നെ ഇവരെല്ലാം ഇങ്ങനെയാണ്. ഞങ്ങൾക്ക് പഠിപ്പിക്കാൻ വരണ്ട. ഇവരുടെ ഒരു ഡയലോഗ് ഉണ്ട്. ബഹുമാനപ്പെട്ട കൃഷ്ണൻകുട്ടി അവர்களுം അവരുടെ പാർട്ടിയിലുള്ള ചിലരും അവരോടൊന്നും പറയാൻ പറ്റില്ല. ഞങ്ങൾക്കൊന്നും പഠിപ്പിക്കണ്ട. ശരിയാണ്, നിങ്ങൾ വലിയ ബുദ്ധിമാന്മാരാണ്. പക്ഷെ ബാക്കിയുള്ളവരെല്ലാം വിഡ്ഢികൾ എന്ന് കരുതരുത്. അപ്പോൾ ഒരു സ്റ്റോപ്പ് മെമ്മോ കൊടുത്തുകൊണ്ട് പഞ്ചായത്ത് ഇലക്ഷന് മുമ്പ് നിർത്തിയതുപോലെ അഭിനയിച്ച് അതിനുശേഷം പിന്നെ 5 വർഷത്തേക്ക് നമ്മൾ പിടിക്കാൻ പറ്റില്ലല്ലോ. അതാണല്ലോ ഇവിടുത്തെ സ്ഥിതി. അങ്ങനെയുള്ള വിഷയങ്ങളിലേക്ക് വഴിവെക്കുകയാണെങ്കിൽ നമ്മൾ വീണ്ടും ജാഗ്രതാകുലരായിരിക്കണം എന്നുള്ള അപേക്ഷയുണ്ട്. കാരണം ജനങ്ങളുണ്ടെങ്കിൽ മാത്രമേ ഇവിടെ വികസനമുള്ളൂ. ജനങ്ങൾ ജീവിച്ചിരിപ്പിക്കണ്ടേ? ഇപ്പം ജനങ്ങളെ ഇങ്ങനെ കൊല്ലാകൊല ചെയ്തുകൊണ്ട് എങ്ങനെ ഇവിടെ വികസനം ഉണ്ടാകും? അതാണോ വികസനം? എന്താണ് വികസനം എന്ന് ഉണരണം സത്യസന്ധമായി. தங்கமத்து வளர்ப்பது கம்பெனி பொதுமக்களுக்கு பாதகம் இல்லாமல், உயிர் சேதம் இல்லாமல் இருக்கிற அளவுக்கு இருந்தால் மாதிரி கம்பெனி ஓட்டுறது பாதிப்பு இல்லாமல் முடக்கணும் மொத்தமாக. இந்த கம்பெனி இங்கே வரும்போது பாதுகாப்பாக இருக்கும் அப்படிங்கிற நம்பிக்கையில் பெரிய பெரிய வேலைகள்லாம் நடந்தது. ஆனால் இந்த கம்பெனி ஆரம்பிச்சதுக்கப்புறம் சுற்று வட்டாரத்தில் இருக்கக்கூடிய ஜனங்கள் சாதாரணமாக மூச்சு விடுறதுக்கே பயப்படுற சூழ்நிலை, சாப்பிட்டு எந்திரிச்சு வெளியில் வந்தோடனே வாந்தி வர்றது, இந்த மாதிரி ஒரு சூழ்நிலை இருக்குது. அந்த வாகனங்களை போகிற வழியில் அந்த வேன் போனால் அதுக்கப்புறம் அரை மணி நேரத்துக்கு அந்த பகுதியில் வாசம் இருந்துகிட்டே இருக்கு. நூற்றுக்கணக்கான வண்டி தினம் வந்துட்டு போயிட்டு இருக்கு. அப்படி ஒரு கம்பெனி இங்கே இருக்கிறது பொதுமக்களுடைய ஆரோக்கியத்துக்கு ரொம்ப கேடு. இந்த கம்பெனி இங்கே நிரந்தரமாக മൂടണം. இந்த கம்பெனி இங்கே வேண்டாം. ഞങ്ങൾക്ക് ഇവിടെ വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. എന്ത് പറഞ്ഞാൽ ഈ സ്മെല്ല് കാരണം തലവേദന, ഛർദി, ഇവിടെ വരുന്നവർക്കൊക്കെ ഒരുപാട് വയ്യ. എന്ത് പറഞ്ഞാൽ ഈ സ്മെല്ല് കേൾക്കുമ്പോൾ തലവേദനിക്കണമെന്നേ ഉള്ളൂ.
அதனால அவங்களுக்கு இப்படி இருக்க பற்றல. இங்க வந்து ஒருபாடு வாசம் மக்களால இருக்க முடியறது இல்ல. அதாவது வந்து வயசானவையோ அவங்களுக்கெல்லாம் இந்த மூச்சு கோளாறு மாதிரி வருது. பயங்கரமான ஸ்மெல்லு, சோறே உங்க முடியறது இல்ல. മറ്റവരൊക്കെ ഓടി അവിടെ പാലക്കാട് ചെറുപ്പം പോകണം. പിന്നെ തന്നെ ഒരു സെന്റർ എന്താ പറയുന്നത്, நிறைய பாதிப்புகள் இருக்கு. அதனால நிறைய பேர் வந்துட்டு பள்ளியில் இருக்கக்கூடிய குழந்தைகளாகட்டும் இல்ல அங்கன்வாடி குழந்தைகளாகட்டும் நிறைய பேர் வந்துட்டு இதுல சிரமப்படுறாங்க. அதுவும் இல்லாம ஒரு ஜனங்க தான் வந்துட்டு சாப்பிட முடியாம ரொம்ப கஷ்டப்படுறாங்க, வாமிட்டிங் பண்றாங்க, இந்த ஆஸ்துமா ப்ராப்ளம் இருக்காங்க, ஹார்ட் பேஷண்ட் எல்லாருமே வந்து கம்ப்ளைண்ட் சொல்லியிருக்காங்க. ഇനിയും ജനങ്ങൾക്ക് പറയാനുണ്ട് അവരുടെ ജീവൻ മരണ പോരാട്ടം. ഇത് ഉൾക്കൊള്ളാൻ ഇവിടെ ഏത് രാഷ്ട്രീയ പാർട്ടിക്കാണ് ഇതുവരെ കഴിഞ്ഞിട്ടുള്ളത്? BJP എന്നുള്ള രാഷ്ട്രീയ പാർട്ടിയുടെ ജില്ലാ ജനറൽ സെക്രട്ടറി ബഹുമാനപ്പെട്ട ഓമനക്കുട്ടൻ ജി ഫാക്ടറി സന്ദർശിച്ചു. അദ്ദേഹം സമരം ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതെ, ശ്രദ്ധിക്കണം, നമ്മുടെ പാലക്കാട് ജില്ലയിലെ മലമ്പുഴ MLA നിയോജക മണ്ഡലം തീരുന്ന സ്ഥലമാണ് ഇരട്ടക്കുളം. പാലക്കാട് ഇരട്ടക്കുളം, അത്തിക്കോട്, കൊഴിഞ്ഞാമ്പാറ, വണ്ണാമട, മൂങ്കിൽമട, ഗോപാലപുരം വരെയുള്ള റോഡ്. ഇരട്ടക്കുളം വരെ പാലക്കാട്ടിൽ നിന്നുമുള്ള റോഡ് നല്ല റോഡാണ്. ഇരട്ടക്കുളം മുതൽ അത്തിക്കോട്, കൊഴിഞ്ഞാമ്പാറ, വണ്ണാമട, മൂങ്കിൽമട, ഗോപാലപുരം വരെ സഞ്ചാരയോഗ്യമല്ലാത്ത റോഡാണ്. ഇതുവരെ 20-ൽ കൂടുതൽ പേർ റോഡ് ആക്സിഡന്റിൽ കൊല്ലപ്പെട്ടു. ആ സംഭവങ്ങൾ നടക്കുമ്പോഴെല്ലാം BJP സമരം ചെയ്യാറുണ്ട്. റോഡ് ഉപരോധിച്ച്, ക്രിമിനലിസം, പോലീസിനെ വെല്ലുവിളിച്ച്, നമ്മുടെ ഫോഴ്സിനെ വെല്ലുവിളിക്കുകയാണ്. റോഡ് പിക്കറ്റിംഗ് ചെയ്ത് റോഡ് ബ്ലോക്ക് ചെയ്യുകയാണ്. ഇത് കണ്ട് കോൺഗ്രസിന്റെ ഒരു വിഭാഗവും മറ്റൊരു വിഭാഗവും നമ്മളും റോഡ് ഉപരോധിക്കണം, റോഡ് ബ്ലോക്ക് ചെയ്യുകയാണ്. വരണം, വരണം, കളക്ടർ വരണം എന്ന് വെല്ലുവിളിക്കുകയാണ്. ദയോടുകൂടിയുള്ള അപേക്ഷ, ഈ സംസ്ഥാന ഹൈവേയും ഒളലപ്പതി മുതൽ മേനോമ്പാറ വരെ ഇത്രയും പേർ കൊല്ലപ്പെട്ട ഈ റോഡുകൾ ഇടേണ്ടത് ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയാണോ? ബഹുമാനപ്പെട്ട സംസ്ഥാന മന്ത്രി മുഹമ്മദ് റിയാസ് ആണോ? സ്ഥലം MLA അല്ലേ? സ്ഥലം MLAയുടെ പേര് എവിടെയും വരാതെ നോക്കുന്ന, അദ്ദേഹത്തിനെ സംരക്ഷിക്കുന്ന പാർട്ടിയാണ് BJP. കൊഴിഞ്ഞാമ്പാറയിലുള്ള നമ്മുടെ സഹോദരൻ, BJPയിലുള്ള സഹോദരൻ പറയുകയാണ്, ബഹുമാനപ്പെട്ട കേന്ദ്ര BJPയുടെ നേതാവ് നഡ്ഡ അവരുടെ ഉത്തരവാണ്, അവരുടെ മുന്നണിയിൽപ്പെട്ട MLA സംസ്ഥാനത്തിൽ BJP മന്ത്രിയാണ് ബഹുമാനപ്പെട്ട കൃഷ്ണൻകുട്ടി. അദ്ദേഹത്തിന് ഒരു പ്രശ്നവും വരാതെ നോക്കേണ്ടത് ചിറ്റൂർ BJPയുടെ കടമയാണ്. ഇത് പറയാൻ കാരണം, വടകരപ്പതിയിലുള്ള ഈ മീൻ കമ്പനിക്കെതിരെ സമരം ചെയ്യണം എന്ന് ഇപ്പോ സംസാരിച്ച ഈ ജനങ്ങളെയെല്ലാം വിളിച്ച് കമ്പനിക്കെതിരെ സമരം ചെയ്യാൻ വിളിക്കേണ്ട, ദയോടുകൂടിയുള്ള അപേക്ഷയാണ്. ഇവരാരും സമരക്കാരല്ല. കിഴക്കൻ പ്രദേശത്തിലെ എരുത്തേമ്പതി, കൊഴിഞ്ഞാമ്പാറ, വടകരപ്പതി 3 ഗ്രാമപഞ്ചായത്തിലും രാവിലെ 4 മണിക്കണിക്കും വെള്ളാള കൗണ്ടർ, വേട്ടുവ് കൗണ്ടർ, മുതലിയാർ, ചെട്ടിയാർ, ഈളവർ, നായർ, പല ജാതിയിൽപ്പെട്ടവരെല്ലാം 3 മണിക്കണിക്കും പാല് കറക്കും. പശുമാട്ടിന്റെ താഴോട്ടാണ് അവരുടെ ഉരുണ്ട് ജീവിതമാണ്. ഉച്ചയ്ക്ക് 2 മണിക്ക് വീണ്ടും പണി തുടങ്ങും. ഇവർ സമരത്തിന് വരാൻ സാധ്യമല്ല. ഇവരെ സമരത്തിന് വിളിക്കരുത്, അവരെ നശിപ്പിക്കരുത്. ഇത് ആരാണോ കൊണ്ടുവന്നവർക്കെല്ലാം അറിയാം. ഇനി നിങ്ങളൊക്കെ കൈക്കൂലി വാങ്ങിച്ചു എന്ന് ഞാൻ പറയാനില്ല, നിങ്ങൾക്കറിയാം. എങ്ങനെ നിങ്ങൾ ആരും അറിയാതെ പെട്ടെന്ന് ഒരു ദിവസം പൊട്ടിമുളയ്ക്കുന്നതല്ല. അപ്പൊ ബഹുമാനപ്പെട്ട ഓമനക്കുട്ടൻ ജി, നിങ്ങൾ ജനങ്ങളെ സമരം ചെയ്യാൻ വിളിക്കരുത്. ഇനി ഭരണപക്ഷവും പ്രതിപക്ഷവും ചേർന്ന് നിങ്ങൾ സമരം ചെയ്യും. നാട്ടുകല്ലിൽ നല്ലേപ്പള്ളി ഗ്രാമപഞ്ചായത്തിൽ ഉണ്ടായിരുന്ന ഒരു ചെറിയ കമ്പനിയെ നിർത്താൻ നിങ്ങൾ എല്ലാവരും ചേർന്ന് സമരം ചെയ്തതാണ്. പക്ഷേ ആയിരങ്ങൾ ചെലവഴിച്ച് അവിടെയുള്ള കർഷകൻ കോടതി പോയിട്ടാണ് അത്യാവശ്യം ആ കമ്പനിയിൽ എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞത്. അല്ലാതെ നിങ്ങൾ എല്ലാ പാർട്ടിക്കാരും ചേർന്ന് സമരം ചെയ്തിട്ടല്ല. നിങ്ങൾ എന്തിനു സമരം ചെയ്യുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അപ്പോൾ ബഹുമാനപ്പെട്ട സ്ഥലം MLA വൈദ്യുത മന്ത്രി കൃഷ്ണൻകുട്ടി അവർ, അദ്ദേഹത്തിൻ്റെ വക്താവായി, ഡബ്ബിംഗ് ആർട്ടിസ്റ്റായി വികസനം എന്ന് പാലക്കാട് പത്രസമ്മേളനവും എറണാകുളത്തും തിരുവനന്തപുരത്തും പറഞ്ഞറിയിച്ചു കൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട വക്കീൽ മുരുകദാസ് അവർകളും സ്ഥലം സന്ദർശിക്കണം. എന്താണ് വികസനം? ഈ ജനങ്ങളെ ഓരോ നാളും കൊല ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ കമ്പനി അടച്ചുപൂട്ടാൻ ഭരണപക്ഷം തന്നെ തീരുമാനിക്കണം.
എല്ലാ വികസനവും ഞങ്ങളാണ് എന്ന് അവകാശപ്പെടുന്ന, നേട്ടങ്ങൾക്കെല്ലാം അവകാശപ്പെട്ട് ഓടോടി വരുന്ന നിങ്ങൾ ജനങ്ങളെ കൊല്ലാക്കൊല ചെയ്യുന്ന ഈ കമ്പനി ഒരു മാറ്റവുമില്ലാതെ ഒറ്റ തീരുമാനത്തിൽ നിർത്താൻ സാധിക്കണം. അതാണ് ഈ മണ്ണിനെയും മക്കളെയും സംരക്ഷിക്കുന്ന ജനകീയ നേതാവിൻ്റെ ശേഷി. അല്ലാതെ കുറേ ആളുകളെ വെച്ച് എതിർസ്വരങ്ങൾ എന്നെപ്പോലെ ഇങ്ങനെ സത്യസന്ധമായ விஷயങ്ങൾ മണ്ണെയും മക്കളെയും കാപ്പാത്രക്കാக பேசிட்டு இருக்கிற എണ്ണ മാതിരി ആളുകളെ ആക്രമിക്കും, വെല്ലുവിളിക്കുക. അതല്ല ചെയ്യേണ്ടത്. അത് രാഷ്ട്രീയമല്ല, അത് ഗുണ്ടായിസമാണ്. ജനാധിപത്യപരമായി ജാതിയില്ല, മതമില്ല, ഭാഷാവിദ്വേഷം പോലും പാടില്ല. ഇവിടുള്ള എന്നെപ്പോലുള്ള തമിഴന്മാരെല്ലാം പഞ്ചം പുഴയ്ക്കാൻ വന്നവരല്ല, ഈ മണ്ണിൻ്റെ മക്കളാണ്. മലയാളി തമിഴൻ എന്ന് ഏതൊരു വ്യത്യാസവുമില്ലാതെ കാലങ്ങളായി ജീവിച്ചു കൊണ്ടിരിക്കുന്നവരാണ്. തമ്മിൽ തല്ലിപ്പിക്കരുത്. ഇനി വരുന്നത് ഗ്രാമപഞ്ചായത്ത് ഇലക്ഷനാണ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഇലക്ഷനാണ്. തമ്മിൽ തല്ലിപ്പിക്കുന്നതിൽ നിങ്ങളെല്ലാവരും ഉസ്താദുകളാണ്, 4 രാഷ്ട്രീയ പാർട്ടിക്കാരും. പക്ഷേ കിണറുപള്ളത്തുള്ള ഈ കമ്പനി, മീൻ കമ്പനി കാരണം വരുന്ന ഈ മണം, ഈ ദുർനാറ്റം കാരണം ജനങ്ങളെ കൊല കൊടുക്കരുത്. അവരെ സംരക്ഷിക്കാൻ ഈ കമ്പനി അടച്ചുപൂട്ടണം. അല്ലാതെ കമ്പനിക്കും സംസാരിച്ച് ജനങ്ങൾക്കും സംസാരിക്കുന്നത് പോലെ അഭിനയിച്ച് ദയോടുകൂടിയുള്ള അപേക്ഷയാണ്. വാക്കുകളില്ല. ജനങ്ങൾക്ക് വേണ്ടി മണ്ണെയും മക്കളെയും കാപ്പാറ്റാൻ, മണ്ണെയും പെണ്ണെയും ദൈവമാക മതിക്ക വേണ്ടും. മണ്ണും പെണ്ണും ദൈവമാണ്. ചരിത്രം ചെറുതല്ല. ചരിത്രം നെടുകിലും നാം കാണുകയാണെങ്കിൽ അതാണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇനിയും ഒരു വിഷയത്തോട് നിങ്ങളുടെ മുന്നിൽ കാണുന്നത് വരെ നിങ്ങളുടെ സ്നേഹപൂർവം കെ. സരവണകുമാർ. നന്ദി, നമസ്കാരം, വണക്കം.